എന്താ എന്താണ് ബഹളം? കുറെ നേരമായാലും രണ്ടുപേരോട് തുടങ്ങിയിട്ട്. ഇവളെ വെക്കുമ്പോ തലേ കയറ്റി വെച്ചേക്കുമല്ലേ? മരുമക്കളെ ആയി കഴിഞ്ഞാൽ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. അമ്മായിമ്മമാരായ അടുക്കള വിട്ട് പെണ്ണുങ്ങളെ പുറത്തിറങ്ങാനും സമ്മതിക്കരുത്. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ ഈ കുടുംബത്തിന്റെ അടിപേര് തന്നെ അവൾ ഇളക്കും. ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നിട്ട് അവൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന്. അതിനും മാത്രം നമ്മുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നം? അമ്മേ വേണ്ട, നീ ഒന്നും പണയണ്ട, ഞാൻ പറഞ്ഞോളാം. അമ്മേ, നമ്മുടെ അരുണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ 50 പവൻ കൊണ്ട് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമ്മള് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നല്ലല്ലോ, നമ്മൾ ഇത്രയും സാമ്പത്തിക സ്ഥിതിക്കുള്ള ആൾക്കാരാണല്ലോ. കുറച്ച് ഗോൾഡ് ഒക്കെ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഞാൻ ഇവളുടെ അടുത്ത് കുറച്ച് ഗോൾഡ് വരാൻ പറഞ്ഞു. എന്റെ അമ്മേ, ഇവളുടെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആരുടെ ഗോൾഡാ? നമ്മുടെ ശരത്തേട്ടന്റെ ഗോൾഡ്. ശരത്തേട്ടന്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഗോൾഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കും അതിനകത്ത് അവകാശം ഇല്ലേ? ഞാനപ്പോ ഈ ഗോൾഡ് വെച്ചപ്പോ ഇവള് പറയാണ് ഇവക്ക് തരാൻ പറ്റില്ല എന്ന്. ചോദിക്കാമേ തരാൻ പറ്റില്ല എന്നവള് പറഞ്ഞു. ചോദിക്കാമേ, നീ എന്തേ സംസാരിച്ചു വരുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവൾക്ക് കൊടുത്തേക്കുന്നതാണ് അവളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ്. അതെങ്ങനെ നിന്റെ ആവും? അതിനകത്ത് നിനക്കോ എനിക്കോ ശരത്തിന് പോലും അവകാശമില്ല. മനസ്സിലായോ? ഞാനും അച്ഛനോടെയും കൂടി കഷ്ടപ്പെട്ട് നിനക്ക് 10-35 പവൻ തരുന്നില്ലേ? നിനക്ക് അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടാൻ പറ്റൂലേ? 35 പവൻ. രണ്ടുപേരുടെ കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 50 പവൻ തികച്ചു തന്നില്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടക്കില്ല, ഞാൻ നടത്താൻ സമ്മതിക്കില്ല. പിന്നെ ഈ കെട്ടിച്ചെന്ന വീട്ടില് അടിമയായിട്ടും ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പൊന്നു മോളെ, ഈ 35 പവൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും നിന്റെ അച്ഛനോടും കൂടി ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ അച്ഛനും അമ്മയും പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരുപാട് ദണ്ണത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാമോ നിനക്ക്? നിനക്കിത് എന്തെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? 30 പവൻ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത്രയായിട്ട് എങ്ങനെ വിടണ്ടെന്ന് വിചാരിച്ച് 5 പവൻ ഇവളാണ് നിന്റെ കയ്യിലേക്ക് എടുത്തു തന്നത്. അതുപോലും നീ എന്താ മനസ്സിലാക്കാത്തത്? കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി പെരുമാറ്. ആദർശം ആഡംബരമൊക്കെ കൈവച്ചു മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരില് ഓരോ പെണ്ണുങ്ങളും ഓരോ കുടുംബത്തിൽ ചെന്നിട്ട് അവിടെ കൊലപാതകവും പ്രശ്നങ്ങളും നടക്കുന്നത് ഓരോ ദിവസം ടി വിയിൽ വായിച്ചാ മുന്നോട്ട് പോകുന്നേ. ആ ഗതിയൊന്നും നിനക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെയൊക്കെ സ്വഭാവത്തിനാണെന്നുണ്ടെങ്കിലോ 2 ദിവസം നീ അവിടെ തികക്കില്ല കേട്ടോ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാ 2 ദിവസം കഴിയുമ്പോ അവര് തിരിച്ചു കൊണ്ടുവന്ന് വിടും. അമ്മ എങ്ങനെ പറയാതിരിക്കും മോളെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഇവള് തുടങ്ങിയതാണ്. എന്താണ് ഇവളുടെ പ്രശ്നം? എല്ലാവർക്കും ഏട്ടന്മാരുണ്ട്, അനിയത്തിമാരും കല്യാണം കഴിഞ്ഞ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. ഒരാള് വന്ന് കയറിയെന്ന് പറഞ്ഞ് ആർക്കും ആരോടുള്ള സ്നേഹമൊന്നും പോവാനൊന്നും പോകുന്നില്ല. നിങ്ങൾ കൂടപ്പിറപ്പല്ലേ? അതെന്താ മനസ്സിലാക്കാത്തെ? ഇവളായതുകൊണ്ടല്ലേ എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഇങ്ങനെ നിൽക്കുന്നേ. ഞാനെങ്ങനെ പൊണ്ടയ്ക്ക് നിന്റെ ചെവിക്കുട്ടി അടിച്ചു പൊടിച്ചേനെ.